കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ഭർത്താവിന് ആശ്വാസം. ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ അറസ്റ്റ് ഹൈക്കോടതി വിലക്കി. ഫർമാനെ 1 മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിന് സാവകാശം അനുവദിച്ചാണ് ഉത്തരവ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം നടത്തിയെന്ന് കാണിച്ച പിതാവ് നൽകിയ പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയും ഭർത്താവും നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വിവാഹം നടത്തിയെന്നും പെൺകുട്ടിയെ പ്രായപൂർത്തിയായിട്ടില്ല എന്നതുമാണ് മധ്യപ്രദേശ് പോലീസിന്റെ വാദം. തനിക്ക് പ്രായപൂർത്തിയായെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വിവാഹം റദ്ദാക്കാനാണ് ശ്രമമെന്നുമാണ് പെൺകുട്ടിയുടെയും വരന്റെയും വാദം. നിലവിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പെൺകുട്ടി മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ കേസില്ലാത്തതിനാൽ മധ്യപ്രദേശ് കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവിന്റെ അറസ്റ്റ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ അറസ്റ്റാണ് ഹൈക്കോടതി വിലക്കിയിരിക്കുന്നത്. ഫർമാനെ 1 മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി ഉത്തരവും ഇട്ടിട്ടുണ്ട്. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിന് സാവകാശം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം നടത്തിയെന്ന് കാണിച്ച് പിതാവ് നൽകിയ പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പെൺകുട്ടിയും ഭർത്താവും നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വിവാഹം നടത്തിയെന്നും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുമാണ് മധ്യപ്രദേശ് പോലീസിന്റെ വാദം. എന്നാൽ തനിക്ക് പ്രായപൂർത്തിയായെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വിവാഹം റദ്ദാക്കാനാണ് ശ്രമമെന്നും എന്നതുമാണ് പെൺകുട്ടിയുടെയും വരന്റെയും വാദം. നിലവിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പെൺകുട്ടി മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ കേസില്ലാത്തതിനാലാണ് മധ്യപ്രദേശ് കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്.